ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും തീവ്രവാദ സംഘടനകൾ തലപൊക്കുന്നു. മണക്കാട് ഉയർന്ന പാലസ്തീൻ അനുകൂല പോസ്റ്ററിന് പിന്നിലെന്ത്? പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികളെ രക്ഷിക്കാൻ CPMന്റെ തത്രപ്പാട് എന്തിനു വേണ്ടി? കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് പാലസ്തീൻ അനുകൂല പോസ്റ്റർ പതിപ്പിച്ച ഒരാൾ അറസ്റ്റിൽ. ബംഗ്ലാദേശി സ്വദേശി എന്ന് സംശയിക്കുന്ന ഇക്ബാലിനെയാണ് ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നത്. തിരുവനന്തപുരം മണക്കാടാണ് പോസ്റ്റർ പതിപ്പിച്ചത്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മണക്കാട് പാലസ്തീൻ അനുകൂല പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. സംഭവത്തിൽ ദുരൂഹത ഉയർന്നതോടെ സമീപത്തെ ഹോട്ടൽ ജീവനക്കാരനായ ഇക്ബാലിനെ ഫോർട്ട് പോലീസ് ചോദ്യം ചെയ്തു. തുടർന്നാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പോസ്റ്റർ പതിപ്പിച്ച ബംഗ്ലാദേശി സ്വദേശി എന്ന് സംശയിക്കുന്ന ഇക്ബാലിനെ ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്ക് ബംഗ്ലാദേശ് പശ്ചാത്തലം ഉണ്ടെന്നാണ് നിലവിൽ പോലീസിന്റെ സംശയം. ഇക്ബാലിനെ പോലീസ് പിടികൂടുമ്പോഴും പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം ഇക്ബാൽ വിളിച്ചിരുന്നു എന്നാണ് വിവരം. ഇംഗ്ലീഷിലും ഉറുദു ഭാഷയിലുമാണ് പോസ്റ്റർ പതിപ്പിച്ചിട്ടുള്ളത്. ഇയാളുടെ വിവരങ്ങൾ പോലീസിൽ നിന്നും NIA ശേഖരിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് സ്വദേശി എന്ന് കണ്ടെത്തിയാൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് നീക്കം. നിലവിൽ പോസ്റ്റർ പതിപ്പിച്ചതിൽ മാത്രമാണ് ഇക്ബാലിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. വിനീഷ്, ജനം, തിരുവനന്തപുരം. ജർമ്മനിയിൽ വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. എറണാകുളം വൈറ്റിലയിൽ പ്രവർത്തിക്കുന്ന 7 സ്പൈസ് ആൻഡ് റൈസ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി. കേസെടുത്ത് നാളുകൾ കഴിഞ്ഞിട്ടും സ്ഥാപന ഉടമകളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും തട്ടിപ്പിനിരയായവർ പറയുന്നു. ജർമ്മനിയിൽ സൂപ്പർമാർക്കറ്റിൽ ജോലി, അല്ലെങ്കിൽ ജർമ്മനിയിലെ സമ്പന്ന മലയാളി കുടുംബത്തിൽ കെയർടേക്കർ അവസരം. ഇത്തരം വാഗ്ദാനങ്ങൾ നൽകിയാണ് എറണാകുളം വൈറ്റിലയിൽ പ്രവർത്തിക്കുന്ന 7 സ്പൈസ് ആൻഡ് റൈസ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനം ഉദ്യോഗാർത്ഥികളെ ആകർഷിച്ചത്. ഉയർന്ന ശമ്പളമാണ് വാഗ്ദാനം ചെയ്തത്. വിസയ്ക്കായി മാത്രം 7.5 ലക്ഷത്തിലധികം രൂപ നൽകണം. മെഡിക്കൽ ചെക്കപ്പ് എന്ന പേരിലും ഇവരിൽ നിന്ന് വൻതുക തട്ടിയെടുത്തു. 3 മാസത്തിലുള്ള കയറ്റിവിടാമെന്ന് പറഞ്ഞിട്ടാണ് പേയ്മെന്റ് മേടിക്കുന്നത്. പക്ഷേ ഇവര് 3 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ എന്നെ മെഡിക്കലിന് വിട്ടു. മെഡിക്കലിന് വിട്ടിട്ട് ഇവരൊരു മധുരയിലൊരു ചായക്കടയുടെ ഉള്ളിലാണ് മെഡിക്കൽ എടുക്കുന്നത് തന്നെ. ഈ മെഡിക്കൽ എടുത്തിട്ട് ഇവർ നമ്മുടെ ഫെയിലാന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് വന്നു. ഈ ഷാൻ സുലൈമാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമുക്ക് മെഡിക്കൽ ഫെയിലാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു 2.5 ലക്ഷം രൂപയുടെ മെഡിക്കലിൻ്റെ ഇത് ഓവർകം ചെയ്യണമെങ്കിൽ 2.5 ലക്ഷം രൂപ അഡീഷണൽ. ആദ്യം എൻ്റെ ഇത് 3.5 ലക്ഷം രൂപയാണ് മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ മെഡിക്കൽ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് 2.5 ലക്ഷം രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുത്താലാണ് കയറി പോകാൻ പറ്റുള്ളൂ. നിങ്ങളത് പൈസ അടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാൻ പറ്റും. ചിന്തിച്ച് നിന്നാൽ നമ്മൾ മുടക്കി പൈസ കൂടെ പോകുമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ എന്നെ കൊണ്ട് 2.5 ലക്ഷം രൂപ ഉണ്ടാക്കി അവർ കൈപ്പറ്റി. അക്കൗണ്ട് വഴിയാണ് എല്ലാ പൈസയും കൈപ്പറ്റിയത്. കൊല്ലം സ്വദേശി ഷാൻ സുലൈമാൻ, മൂവാറ്റുപുഴ സ്വദേശിനി ഷൈനി മാത്യു എന്നിവരായിരുന്നു സ്ഥാപന ഉടമകൾ. പണം നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും മറുപടി ഇല്ലാതായതോടെ ഇവർ പോലീസിൽ പരാതി നൽകി. ഏകദേശം 7.5 ലക്ഷം രൂപയോളം കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ വീടും അമ്മയുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ട് ഇപ്പൊ വീട് ജപ്തിയായി. അതുവരെ ഞാൻ ഇവനെ അയച്ചു കൊടുത്തിരുന്നു എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട്. ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ല. 2.5 വർഷമായി. ഇതിനിടെ സമാനമായ മറ്റൊരു കേസിൽ ഷൈനി മാത്യു മൂവാറ്റുപുഴയിൽ അറസ്റ്റിലായി. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഷൈനി മാത്യു ഒളിവിൽ പോയി. പരാതികൾ വന്നതോടെ വൈറ്റിലയിലെ സ്ഥാപനം പൂട്ടുകയും ചെയ്തു. ഉടമകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മരട് പോലീസ് അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് DGPക്കും മുഖ്യമന്ത്രിക്കുമടക്കം പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. പണയം വെച്ചും കടം വാങ്ങിയും നൽകിയ പണം എങ്ങനെ തിരിച്ചു കിട്ടുമെന്ന ആശങ്കയുമായി പെരുവഴിയിൽ അലയുകയാണ് ഈ യുവാക്കൾ. ജനം, കൊച്ചി. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 14 പ്രതികൾ കുറ്റക്കാരെന്ന് എറണാകുളം CBI കോടതി. 10 പ്രതികളെ കോടതി വെറുതെ വിട്ടു. CPM പ്രാദേശിക തലം മുതൽ ജില്ലാ തലം വരെയുള്ള നേതാക്കൾ കുറ്റക്കാരാണെന്ന് കേസിൽ വിധി വന്നു.
കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെയാണ് കൊലക്കുറ്റം തെളിഞ്ഞത്. ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടു. 1-ാം പ്രതി പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ, 2-ാം പ്രതി പീതാംബരന്റെ സഹായിയും സുഹൃത്തുമായ CJ സജി, 3-ാം പ്രതി KM സുരേഷ്, 4-ാം പ്രതി K അനിൽകുമാർ, 5-ാം പ്രതി ജിജിൻ, 6-ാം പ്രതി ശ്രീരാഗ്, 7-ാം പ്രതി A അശ്വിൻ, 8-ാം പ്രതി സുബിൻ എന്നിവർക്കാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളത്. 10-ാം പ്രതി T രഞ്ജിത്ത്, 14-ാം പ്രതി ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ, 15-ാം പ്രതി വിഷ്ണു സുര, 20-ാം പ്രതി ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, 22-ാം പ്രതി KV ഭാസ്കരൻ എന്നിവരെ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി. 15-ാം പ്രതി വിഷ്ണു സുര കോടതിയിൽ വികാരാധീനനായി വധശിക്ഷ തന്നെ വേണമെന്ന് പ്രതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട CPM നേതാക്കൾ കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് പ്രതിഭാഗത്തിനും CPM-നും തിരിച്ചടിയാണ്. CBI അന്വേഷണം ഒഴിവാക്കാൻ സർക്കാർ സുപ്രീം കോടതി വരെ പോയിരുന്നു. ശാസ്ത്രീയ തെളിവുകൾ കോർത്തിണക്കിയായിരുന്നു CBI അന്വേഷണം. CBIക്ക് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ബോബി ജോസഫാണ് ഹാജരായത്. ശിക്ഷാവിധി ജനുവരി 3-ന് പ്രഖ്യാപിക്കും. 2019 ഫെബ്രുവരി 17-നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും CPM ക്രിമിനൽ സംഘം കൊലപ്പെടുത്തിയത്. ശാസ്ത്രീയ തെളിവുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള CBI അന്വേഷണം, ഒപ്പം അന്തിമ വിജയം വരെ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം നടത്തിയ നിയമ പോരാട്ടം, അങ്ങനെ 14 പേർ കുറ്റക്കാരാണെന്ന് CBI കോടതി വിധിച്ചിരിക്കുന്നു. ക്യാമറാമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. പെരിയ കേസിൽ CBI അന്വേഷണം തടയാൻ സർക്കാർ ചെലവഴിച്ചത് 2 കോടിയോളം രൂപ. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമെല്ലാം സർക്കാർ ഇറക്കിയത് മുൻ സോളിസിറ്റർ ജനറൽ അടക്കമുള്ളവരെ. പാർട്ടി കൊലയാളികൾക്കായി സർക്കാർ മുടക്കിയ നികുതിപ്പണം CPM തിരിച്ചടയ്ക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പെരിയ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് CPM തന്നെയെന്ന് ഉറപ്പിച്ച CBI കോടതി വിധിയെത്തുമ്പോൾ ചർച്ചയാകുന്നത് അന്വേഷണം തടസ്സപ്പെടുത്താൻ ഇടത് സർക്കാർ ചെലവഴിച്ച കോടികളെ കുറിച്ചാണ്. കേസിൽ CBI അന്വേഷണത്തെ എതിർക്കാൻ സംസ്ഥാന സർക്കാർ ഇറക്കിയത് സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകരെ. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ ഹാജരായ മുൻ സോളിസിറ്റർ ജനറൽ രജിത് കുമാറിന് സിറ്റിംഗ് 1-ന് നൽകിയത് 25 ലക്ഷം രൂപ. ശേഷം കേസ് വാദിച്ച അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്ന മുതിർന്ന അഭിഭാഷകൻ മനീന്ദർ സിംഗിനും സഹായികൾക്കുമായി 3 സിറ്റിംഗിന് നൽകിയത് 63 ലക്ഷം രൂപ. 2 അഭിഭാഷകർക്കായി മാത്രം നികുതി പണത്തിൽ നിന്നും ചെലവിട്ടത് 88 ലക്ഷം രൂപയാണ്. ഇതിന് പുറമെയായിരുന്നു യാത്ര, താമസ, ഭക്ഷണ സൗകര്യങ്ങൾ. ഡിവിഷൻ ബെഞ്ചും CBI അന്വേഷണത്തെ അനുകൂലിച്ചപ്പോൾ സുപ്രീം കോടതി നൽകിയ റിട്ട് ഹർജി വാദിക്കാനും പ്രമുഖരായ അഭിഭാഷകരെ സിറ്റിംഗിന് ലക്ഷങ്ങൾ ചിലവഴിച്ചെത്തിച്ചു. ഏതാണ്ട് 2 കോടിയോളം രൂപയാണ് പെരിയ ഇരട്ടക്കൊലക്കേസിൽ CBI അന്വേഷണത്തിന് തടയിടാനായി സർക്കാർ ചെലവഴിച്ചത്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമെല്ലാം 100 കണക്കിന് അഭിഭാഷകർക്ക് സർക്കാർ ശമ്പളം നൽകുമ്പോഴായിരുന്നു ഈ ദൂർത്ത്. ഒരു കൊലപാതക കേസ് CBIക്ക് വിടേണ്ട എന്ന് വാദിക്കുന്നതിന് വേണ്ടി മാത്രമാണ് സർക്കാർ ഇത്രയും ഭീമമായ വക്കീൽ ഫീസ് മുടക്കിയത്. കേസ് അന്വേഷണം കണ്ണൂരിലെ നേതാക്കളിൽ എത്താതിരിക്കാനായിരുന്നു സർക്കാർ നീക്കം. ഒടുവിൽ കേസിലെ 14 പ്രതികളും കുറ്റക്കാരെന്ന് തെളിഞ്ഞതോടെ ഈ കോടിക്കണക്കിന് രൂപ CPM ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. ആലപ്പുഴ ബൈപ്പാസിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമല്ല നടന്നതെന്നും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് വാഹനം ഡിവൈഡറിൽ ഇടിച്ചതെന്നും പോലീസ് പറഞ്ഞു. സംഭവത്തിൽ കരുനാഗപ്പള്ളി സ്വദേശി ഷംനാദിനെ ആലപ്പുഴ സൗത്ത് പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ആലപ്പുഴ ബൈപ്പാസിൽ കാർ ഡിവൈഡറിലിടിച്ച് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്നായിരുന്നു കരുനാഗപ്പള്ളി സ്വദേശിയായ ഷംനാദ് പോലീസിനോട് പറഞ്ഞത്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സ്റ്റിയറിംഗിൽ പിടിച്ചുവെന്നും അതോടെ കാർ നിയന്ത്രണം വിട്ടതായും യുവാവ് പോലീസിനെ അറിയിച്ചു. ഇതിനിടെ 5-അംഗ സംഘം പിന്നാലെ വന്ന മറ്റൊരു കാറിൽ രക്ഷപ്പെടുകയും ചെയ്തു. ഇടിച്ച കാർ കസ്റ്റഡിയിലെടുത്ത പോലീസ് കാറിൽ നിന്ന് MDMA തൂക്കുന്ന ത്രാസ് കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ കാറിലെത്തിയ സംഘവുമായി ഷംനാദിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായും വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നതായും വ്യക്തമായി. ഷംനാദിനെ ആലപ്പുഴ സൗത്ത് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. വിവിധ സ്റ്റേഷനുകളിലായി 6 ലഹരി കേസുകളിൽ ഷംനാദ് പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഷംനാദിനൊപ്പം കാറിലുണ്ടായിരുന്നവരെ കസ്റ്റഡിയിലെടുക്കുമെന്നും ആലപ്പുഴ സൗത്ത് പോലീസ് ഇൻസ്പെക്ടർ K ശ്രീജിത്ത് അറിയിച്ചു. ജനം, ആലപ്പുഴ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി PP കിരണിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ കല്ലൂർ PMLA കോടതി തള്ളി. നേരത്തെ ഇടക്കാല ജാമ്യാപേക്ഷയും കോടതി തള്ളിയിരുന്നു. PR അരവിന്ദാക്ഷനും CK ജിൽസനും
ഹൈക്കോടതി ജാമ്യം നൽകിയത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജാമ്യാപേക്ഷ. ജനുവരിയിൽ നൽകിയ ജാമ്യാപേക്ഷ പ്രതിഭാഗം തന്നെ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ഇടക്കാല ജാമ്യാപേക്ഷ കലൂർ PMLA കോടതി കഴിഞ്ഞ സെപ്റ്റംബറിൽ തള്ളിയിരുന്നു. ബിനാമി പേരുകളിൽ 24 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പാണ് കിരൺ നടത്തിയത്. ഇതിൽ 14 കോടി തട്ടിപ്പിന്റെ ആസൂത്രകൻ P സതീഷ് കുമാറിന് കൈമാറുകയായിരുന്നു. ഷെൽ കമ്പനികൾ ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പിന് മറപിടിച്ചത്. 23 വയസ്സിലായിരുന്നു ആദ്യ ലോൺ എടുത്തത്. 40 ബിനാമി പേരുകളിൽ ലോൺ എടുത്ത കിരണിന്റെ അക്കൗണ്ടിലേക്കായിരുന്നു എല്ലാ പണവും എത്തിയത്. എന്നാൽ ബാങ്കിനെ വഞ്ചിച്ചുള്ള പണം ഷെൽ കമ്പനികളിലും ബിനാമി പേരുകളിലുമായിരുന്നു നിക്ഷേപിച്ചിരുന്നത്. പ്രതികളിൽ മറ്റു പലരുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടിയപ്പോൾ കിരണിന്റെ പേരിലുള്ള സ്വത്തുക്കൾ ഇഡിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കേസിൽ റിമാൻഡിലായിരുന്ന PR അരവിന്ദാഷിനും CK ജിൽസിനും ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതോടെയാണ് നേരത്തെ നൽകിയ ജാമ്യാപേക്ഷ വീണ്ടും പ്രതിഭാഗം കൈമാറിയത്. ജാമ്യാപേക്ഷയെ ED ശക്തമായി എതിർത്തു. നേരത്തെ P സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിൽ കിരണിനെതിരെയും പരാമർശങ്ങളുണ്ടെന്ന് ED ചൂണ്ടിക്കാട്ടി. ഒന്നാം ഘട്ട കുറ്റപത്രത്തിൽ ആകെയുള്ള 55 പ്രതികളിൽ P സതീഷ് കുമാറും PP കിരണുമാണ് റിമാൻഡിൽ തുടരുന്നത്. ജനം, കൊച്ചി. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ അന്വേഷണത്തിൽ പോലീസിന്റെ മെല്ലെപ്പോക്ക്. സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം VR സജിയുടെ മൊഴി പോലീസ് ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി 5 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാനും പോലീസിന്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായിട്ടില്ല. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സഹകരണ സൊസൈറ്റി സെക്രട്ടറി റെജി എബ്രഹാം, സീനിയർ ക്ലർക്ക് സുജമോളസ്, ജൂനിയർ ക്ലർക്ക് ബിനോയ് തോമസ് എന്നിവർക്കെതിരെയാണ് സാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയത്. ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി 5 ദിവസം പിന്നിടുമ്പോഴും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് യാതൊരുവിധ നീക്കവും നടത്തുന്നില്ല. അതേസമയം മുൻകൂർ ജാമ്യത്തിനായി പ്രതികൾ ശ്രമിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനു മുമ്പ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. പ്രതികൾ ഒളിവിലാണെന്നും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുമാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. മൂവരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് അന്വേഷണ സംഘം ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയത്. ഈ സമയത്ത് പോലും ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടുമില്ല. സാബുവിനെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയ CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജിയുടെ മൊഴി രേഖപ്പെടുത്താനും അന്വേഷണ സംഘത്തിനായിട്ടില്ല. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് പോലീസ് നടപടി നീട്ടുന്നത്. സജിയുടെ ഭീഷണി സന്ദേശം എത്തിയ സാബുവിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും തെളിവുകൾ കിട്ടിയ ശേഷം മാത്രം സജിക്കെതിരെ കേസെടുത്താൽ മതിയെന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം. ബാങ്കിലെ മറ്റ് ജീവനക്കാരുടെയും 4 ഭരണസമിതി അംഗങ്ങളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. സാബുവിന്റെ ഭാര്യയുടെ പേരിലുള്ള അക്കൗണ്ടുകളുടെ വിവരങ്ങളും നിക്ഷേപിച്ചതും പിൻവലിച്ചതുമായ തുകകളും സംബന്ധിച്ച വിവരവും അന്വേഷണ സംഘം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനം, ഇടുക്കി. തിരുവനന്തപുരം കാട്ടാക്കടയിൽ സ്വകാര്യ വ്യക്തി അനധികൃതമായി കൈവശം വച്ചിരുന്ന ഇരുചക്ര വാഹനങ്ങളും RC ബുക്കുകളും പോലീസ് കണ്ടെടുത്തു. കീഴ്വാണ്ട സ്വദേശി സുജിന്റെ വീട്ടിൽ നിന്നാണ് കാട്ടാക്കട പോലീസ് 16 ഇരുചക്ര വാഹനങ്ങളും 25 RC ബുക്കുകളും കണ്ടെടുത്തത്. പിടികൂടിയ വാഹനങ്ങൾ കഞ്ചാവ് മാഫിയ സംഘങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്നതായി കാട്ടാക്കട പോലീസ് പറഞ്ഞു. അത്യാധുനിക വാഹനങ്ങൾ മുതൽ പഴക്കം ചെന്ന വാഹനങ്ങളാണ് പോലീസ് സുജിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തതും കടത്തിക്കൊണ്ടുവന്നതുമായ വാഹനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് പോലീസ് ഭാഷ്യം. 16 ഇരുചക്ര വാഹനങ്ങളും 25 RC ബുക്കുകളും കണ്ടെടുത്തിട്ടുണ്ട്. നിരവധി പ്രോമിസറി നോട്ടുകളും ബാങ്ക് ചെക്കുകളും പോലീസിന് ലഭിച്ചു. വേണ്ടത്ര രേഖകളില്ലാതെയാണ് സുജിത് വാഹനങ്ങൾ സൂക്ഷിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു. പ്രദേശത്ത് സംഘർഷങ്ങൾ പെരുകുകയും സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത്. സുജിന്റെ സഹോദരൻ സുജിത്തിന്റെ വീട്ടിൽ നിന്നും പോലീസ് 2 വാഹനങ്ങൾ കണ്ടെടുത്തു. കാട്ടാക്കട CI മൃദുൽ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഹനങ്ങൾ പിടികൂടിയത്. ജനം, തിരുവനന്തപുരം. സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ ഹൈക്കോടതി വിധിക്കും പുല്ലുവില.
പ്രഹസനമായി ക്രൈംബ്രാഞ്ച് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സജി ചെറിയാനെ പേരിനൊന്ന് ചോദ്യം ചെയ്യാൻ പോലും അന്വേഷണ സംഘം ഇതുവരെയും തയ്യാറായിട്ടില്ല. നവംബർ 21-നാണ് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ മന്ത്രി സജി ചെറിയാനെതിരെ ക്രൈംബ്രാഞ്ചിലെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ഹൈക്കോടതി ഉത്തരവിൽ ഒരാഴ്ചയായിരുന്ന സർക്കാർ നവംബർ 28-ന് കൊല്ലം ക്രൈംബ്രാഞ്ച് എസ് പി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്തു. മാസം 1 കഴിയുമ്പോൾ പേരിന് പോലും അന്വേഷണം നടക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. ആരോപണ വിധേയനായ മന്ത്രി സജി ചെറിയാന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് പോലെയുള്ള പ്രാഥമിക നടപടികളിലേക്ക് പോലും ക്രൈംബ്രാഞ്ച് കടന്നിട്ടില്ല. അന്വേഷണ സംഘം രൂപീകരിച്ചത് കോടതി ഇലക്ഷൻ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണെന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് നിലവിലത്തെ സാഹചര്യം. ഹൈക്കോടതി വിധിക്കെതിരെ മന്ത്രി അപ്പീൽ പോകുന്നതുവരെ കാര്യമായ അന്വേഷണം ഉണ്ടാകാനും സാധ്യതയില്ല. അപ്പീൽ നൽകാൻ CPM സജി ചെറിയാൻ അനുമതി നൽകിയെങ്കിലും തിരിച്ചടി ഭയന്ന നീക്കം വൈകിപ്പിക്കുകയാണ് മന്ത്രി. വിഷയം ഭരണഘടനാ അധിക്ഷേപമായതിനാൽ ഡിവിഷൻ ബെഞ്ച് അപ്പീൽ തള്ളാനാണ് സാധ്യതയെന്നാണ് മന്ത്രിക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. അങ്ങനെയൊരു സാഹചര്യമുണ്ടായാൽ ധാർമ്മികത ഒരു പ്രാവശ്യം മതിയെന്ന നിലപാട് ആവർത്തിക്കാതെ രാജിവെക്കേണ്ടി വരും. ഇപ്പോൾ നൽകുന്ന പിന്തുണ നൽകാൻ CPM-നും കഴിഞ്ഞെന്ന് വരില്ല. അതിനാൽ തന്നെ കരുതലോടെയാണ് സജി ചെറിയാന്റെ നീക്കങ്ങൾ. ജനം, തിരുവനന്തപുരം. PMS പ്രവർത്തകരായ കൊല്ലം കടക്കൽ കുതിരപാലത്ത് രാധാകൃഷ്ണൻ പിള്ളയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. 1-ാം പ്രതി ഉണ്ണികൃഷ്ണന് ജീവപര്യന്തവും കഠിന തടവ് പിഴയും വിധിച്ചു. കൊല്ലം 4th അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2019 മെയ്യിലാണ് കേസിനാസ്പദമായ സംഭവം. ആലപ്പുഴയിൽ MLA-യുടെ മകൻ കഞ്ചാവുമായി പിടിയിൽ. പ്രതിഭ MLA-യുടെ മകനാണ് 90 ഗ്രാം കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിലായത്. കുട്ടനാട് എക്സൈസ് സംഘമാണ് MLA-യുടെ മകൻ കനിവിനെ കസ്റ്റഡിയിലെടുത്തത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം പരിശോധന നടത്തുന്നതിനിടയിലാണ് കനിവും 8 സുഹൃത്തുക്കളും പിടിയിലായത്. കസ്റ്റഡിയിലെടുത്തവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. എക്സൈസ് ചട്ടം 27-ാം വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. പൊതുസ്ഥലത്തിരുന്ന് പരസ്യമായി കഞ്ചാവ് വലിച്ചു എന്നാണ് കേസ്. കൊല്ലം മുണ്ടക്കലിൽ വയോധികയെ സ്കൂട്ടർ ഇടിച്ച് വീഴ്ത്തി കടന്നുകളഞ്ഞ സംഭവം ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 63-കാരി സുശീല മരിച്ചു. ഇടിച്ചിട്ട സ്കൂട്ടറുമായി കടന്നുകളഞ്ഞവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പോലീസ്. വ്യാഴാഴ്ച വൈകിട്ട് മുണ്ടയ്ക്കൽ തുമ്പറ ദേവീക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് പാഞ്ഞെത്തിയ സ്കൂട്ടർ സുശീലയെ ഇടിച്ചു വീഴ്ത്തിയത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയായിരുന്നു അപകടം. അപകടത്തിന് പിന്നാലെ സ്കൂട്ടർ ഓടിച്ച 16-കാരനും കൂടെയുണ്ടായിരുന്ന പെൺകുട്ടിയും കടന്നുകളയുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ സുശീല ചികിത്സയിലിരിക്കെ മരിച്ചു. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച കൊല്ലം ഈസ്റ്റ് പോലീസ് അപകടമുണ്ടാക്കിയ സ്കൂട്ടർ കസ്റ്റഡിയിലെടുത്തു. മുണ്ടക്കൽ തില്ലേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൂട്ടറാണ് കസ്റ്റഡിയിലുള്ളത്. സ്കൂട്ടർ ഓടിച്ച 16-കാരനെയും കൂടെയുണ്ടായിരുന്ന പെൺകുട്ടിയെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് അറിയിച്ചു. ജനം, കൊല്ലം. സംസ്ഥാനത്ത് കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ നിരത്തുകളിൽ സജീവമാണ്. റോഡുകളിൽ അപകടം വിതച്ചോടുന്നത് 15 വർഷത്തിനു മുകളിലുമുള്ള വാഹനങ്ങൾ. നിരത്തുകളിൽ അപകടം വിതയ്ക്കുമ്പോഴും കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾക്കെതിരെ സർക്കാർ നടപടിയെടുക്കുന്നില്ല. സംസ്ഥാനത്ത് പൊളിച്ചു നീക്കാനുള്ളത് 30 ലക്ഷത്തിലധികം വാഹനങ്ങളാണ്. സ്ക്രാപ്പിംഗ് സെന്ററിനായി ടെൻഡർ വിളിച്ചെങ്കിലും നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. റോഡിലിറങ്ങാൻ കഴിയാത്തതും പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നതും മലിനീകരണം സൃഷ്ടിക്കുന്നതുമായ സ്ക്രാപ്പേജ് വാഹനങ്ങൾ നിരത്തുകളിൽ സുലഭമാണ്. 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ പൊളിച്ചു നീക്കണമെന്നാണ് നിയമം. എന്നാൽ ഇത് പാലിക്കപ്പെടുന്നില്ല. നിരത്തുകളിൽ ദിവസവും നിരവധി ജീവനുകൾ പൊലിഞ്ഞു വീഴുമ്പോഴാണ് ക്രാഫ്റ്റ് വാഹനങ്ങൾ പരക്കം പായുന്നത്. ഇത് പലപ്പോഴും അപകടത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് 30 ലക്ഷത്തിലധികം സ്ക്രാപ്പേജ് വാഹനങ്ങൾ ഉണ്ടെന്നാണ് നിഗമനം. ഈ വാഹനങ്ങൾ പൊളിച്ചു നീക്കുന്നതിന് ആവശ്യമായ സ്ക്രാപ്പിംഗ് സെന്ററുകൾ സംസ്ഥാനത്ത് നിലവിലില്ല എന്നതും പ്രതിസന്ധി ഉയർത്തുന്നുണ്ട്. അതിനാൽ പൊളിച്ചു നീക്കുന്നതിന് ആവശ്യമായ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ സ്ക്രാപ്പിംഗ് സെന്ററുകൾ വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. സ്വകാര്യ വാഹനങ്ങൾക്കും KSRTCക്കും
ഉപകരിക്കത്തക്കവണ്ണം വേണം സ്ക്രാപ്പിംഗ് സെന്ററുകൾ നടപ്പിലാക്കേണ്ടതെന്നാണ് ആവശ്യം. നിലവിൽ സംസ്ഥാനത്ത് ഉപേക്ഷിക്കപ്പെട്ട സ്ഥിതിയിൽ നിരവധി വാഹനങ്ങളാണ് ഉള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പോലീസ് സ്റ്റേഷൻ, മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും എല്ലാം ധാരാളമായി വാഹനങ്ങൾ കെട്ടിക്കിടപ്പുണ്ട്. ജനം, തിരുവനന്തപുരം. തമിഴ്നാട് തേനിക്ക് സമീപം ഏർക്കാട്ടിൽ വാനും കാറും കൂട്ടിയിടിച്ച് കോട്ടയം സ്വദേശികളായ 3 പേർ മരിച്ചു. ഗുരുതരമായ പരിക്കേറ്റ ഒരാളെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിയന്ത്രണം വിട്ട വാൻ കാറിലിടിച്ച് മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മറിഞ്ഞ വാനിലെ യാത്രക്കാരായ 18 പേർക്കും സാരമായി പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ തേനി ജില്ലയിലെ പെരിയകുളത്തിനടുത്ത് വെച്ചാണ് അപകടമുണ്ടാകുന്നത്. കേരളത്തിലേക്ക് വരികയായിരുന്ന കാറും ഏർക്കാട് പ്രദേശത്തേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് വാനും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട വാൻ റോഡിൽ മറിഞ്ഞു. കോട്ടയം കുറവിലങ്ങാട് കുര്യം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന 3 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. കോയിക്കൽ ജെയ്സൺ തോമസ്, കാഞ്ഞിരത്തിങ്കൽ സോണിമോൻ KJ, അമ്പലത്തിങ്കൽ ജോബി തോമസ് എന്നിവരാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന ഷാജി PD എന്നയാളെ ഗുരുതരമായ പരിക്കുകളോടെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടത്തിൽപ്പെട്ട ടൂറിസ്റ്റ് വാനിലുണ്ടായിരുന്ന 18 പേർക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. അപകടമുണ്ടാകാനുണ്ടായ കാരണം എന്തേന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. അപകടത്തിൽപ്പെട്ട വാൻ കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് വിവരം. വാഹനത്തിന്റെ ഡ്രൈവർ ഉറങ്ങിയതാവാം അപകടമുണ്ടാകുന്നതിന് കാരണമായത് എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. സംഭവത്തിൽ ദേവാനന്ദപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജനം, ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി നാളെ രാത്രി വീണ്ടും ഇതേ സമയം. കാക്കി സൈനിങ് ഓഫ്. വി വിനീഷ്.